ഹലോ ട്രേഡേഴ്സ്, ഇന്നത്തെ ഇതൊരു പ്രാക്ടിക്കൽ വീഡിയോ ആണ്. പ്രാക്ടിക്കൽ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ പേര് ജോസഫ് എന്നാണ്. അദ്ദേഹം ഒരു സ്ട്രാറ്റജി ഐഡിയ ഷെയർ ചെയ്തിരുന്നു. അതോടൊപ്പം അദ്ദേഹം തന്നെ ക്രിയേറ്റ് ചെയ്തൊരു കോഡും ഷെയർ ചെയ്തിരുന്നു. ആ കോഡിൽ ചില മൈനറായിട്ടുള്ള ഗ്ലിച്ചുകൾ ഉണ്ടായിരുന്നു. അതൊന്ന് കറക്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് അയച്ചത് ടെലഗ്രാമിൽ. അപ്പോൾ നമ്മളത് കറക്റ്റ് ചെയ്തിരുന്നു. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ പെർമിഷനോട് കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്ക് പുതിയ പുതിയ സ്ട്രാറ്റജികളൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലേക്ക്, നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കുകയും അദ്ദേഹം അത് പൂർണ്ണ സമ്മതത്തോടു കൂടി അനുവാദം തരികയും ചെയ്തു. അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് എന്താണെന്ന് നോക്കാം. അതിനുശേഷം അത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണെന്നാണ് ഞാൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. അതായത് ഈ ഗോൾഡിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ട് ഉള്ള ഒരു സ്ട്രാറ്റജിയാണിത്. നമ്മൾ ഈ ഏഷ്യൻ സെഷനൊക്കെ, അതായത് നമ്മളുടെ ഇന്ത്യൻ ടൈം രാത്രി സമയത്താണ് ഏഷ്യൻ സെഷൻ ഓപ്പൺ ആവുക. ഏഷ്യൻ സെഷൻ തുറന്നു കഴിഞ്ഞിട്ട് ലണ്ടൻ ഓപ്പണിംഗ് വരെ മാർക്കറ്റ് മോസ്റ്റ് ഓഫ് ദി ടൈം ഒരു സൈഡ് വേസ് ആയിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കും. അപ്പോൾ ആ ഒരു സൈഡ് വേസ് മാർക്കറ്റിൽ നിന്ന് മാർക്കറ്റ് എക്സ്പാൻഡ് ആകുമ്പോഴാണ് നമ്മൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു മെത്തേഡ് വെച്ചിട്ട്. അപ്പോൾ ഇതിൽ തന്നെ പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കംപ്രഷൻ എക്സ്പാൻഷൻ തിയറി എന്ന് പറയുന്ന ഒരു തിയറിയെക്കുറിച്ചൊക്കെ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ആ ഒരു തിയറി ഇതിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ട്രെൻഡ് ഫിൽട്ടർ ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതല്ലാതെ റിസ്ക് റിവാർഡ് പ്രോപ്പറായിട്ട് ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഈ സ്ട്രാറ്റജി നോക്കാം. ഈ സ്ട്രാറ്റജി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വിഷ്വലി ഇത് കാണാൻ വേണ്ടിയിട്ടൊരു നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്ട്രാറ്റജിയുടെ ലോജിക് എന്ന് പറയുന്നത് നമ്മുടെ ഏഷ്യൻ സെഷൻ, അതായത് ഈ ടോക്കിയോ സെഷനാണ് നമ്മൾ പൊതുവെ ഏഷ്യൻ സെഷൻ എന്ന് വിളിക്കുന്നത്. ഈ ഏഷ്യൻ സെഷനിൽ മാർക്കറ്റ് മോസ്റ്റ് ഓഫ് ദി ടൈം സൈഡ് വൈസ് ആയിരിക്കും. അവിടെ നിന്നൊരു ബ്രേക്കൗട്ട് കിട്ടുമ്പോൾ ആ ഒരു ഡയറക്ഷനിലേക്ക് നല്ലൊരു റാലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു പോസിബിലിറ്റിയാണ് നമ്മൾ ട്രേഡ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏഷ്യൻ സെഷൻ മോസ്റ്റ്ലി സൈഡ് വൈസ് ആയിരിക്കും. അപ്പോൾ ഇതിനെ ഒരു കംപ്രഷൻ ഏരിയ ആയിട്ടാണ് കണക്ക് കൂട്ടുന്നത്. കംപ്രഷൻ ഏരിയ കഴിഞ്ഞിട്ട് ആ ഏരിയയിൽ നിന്ന് പ്രൈസ് പോയി ബ്രേക്കൗട്ട് തന്നു പിന്നെ പ്രൈസ് എക്സ്പാൻഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ കംപ്രഷൻ എക്സ്പാൻഷൻ തിയറികളൊക്കെ സംസാരിക്കുമ്പോൾ അതിൽ കറക്റ്റായിട്ട് അതിനെ പ്രതിപാദിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇതിന് സ്മാർട്ടായിട്ടൊരു ട്രെൻഡ് ഫിൽറ്റർ കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു 200 മൂവിങ് ആവറേജ് ആണ് ഇതിൽ ട്രെൻഡ് ഫിൽറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 200 മൂവിങ് ആവറേജിന് മേലെ ആണ് പ്രൈസ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾവേസ് ഒരു ലോങ് ട്രേഡിന് വേണ്ടിയിട്ടായിരിക്കും നോക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഒരു ഷോർട്ട് സെറ്റപ്പ് വരികയാണെങ്കിൽ ആ ട്രേഡ് ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ട്രാറ്റജി പ്രകാരം നമ്മൾ ലണ്ടൻ ഓപ്പൺ ആയതിനു ശേഷം, ലണ്ടനിൽ 8:30 സമയത്താണ് ഓപ്പൺ ചെയ്യുന്നത്. നമ്മളുടെ അറൗണ്ട് ഒരു 12:30 1 o'clock ആ ഒരു റേഞ്ചിലാണത്. സീസണലായിട്ട് ആ ഒരു മാർക്കറ്റ് ഓപ്പണിംഗ് ടൈമൊക്കെ വേരിയേഷൻ വരുന്നുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ഈ വിൻ്റർ ടൈമിലൊക്കെ അത് 1:30 ഒക്കെയാണ് ഓപ്പൺ. സാധാരണഗതിയിൽ ഒരു 12:30 സമയത്തൊക്കെയാണ് ലണ്ടൻ ഓപ്പൺ ചെയ്യുന്നത്. ലണ്ടൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പ്രീവിയസ് നമ്മുടെ ഏഷ്യൻ സെഷനിൽ അതിൻ്റെ ഹൈയും ലോയും കണ്ടുപിടിക്കുകയും ആ ഒരു കംപ്രഷൻ റേഞ്ച് മനസ്സിലാക്കിയാണ് ആദ്യം ചെയ്യുന്നത്. അതിനുശേഷം ഇദ്ദേഹം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞ ഒരു ട്രാപ്പ് നമ്മൾ സെറ്റ് ചെയ്യുന്ന എന്നുള്ളൊരു ലോജിക്കിലാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് നമ്മൾ മാർക്കറ്റ് ഓർഡർ അല്ല എടുക്കുന്നത്. ടോക്കിയോ സെഷൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഏഷ്യൻ സെഷൻ്റെ ഹൈയും ലോയും മനസ്സിലാക്കിയതിന് ശേഷം കുറച്ച് പിപ്പുകൾ മുകളിൽ ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഏറെക്കുറെ ഈ ഒരു ഏരിയയിലായിരിക്കും നമുക്ക് ഈ ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. ഈ ഒരു ലണ്ടൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ലണ്ടൻ ഓപ്പൺ ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ ഒരു ലണ്ടൻ ഓപ്പണിന് ശേഷം ഇതാണ് ഏഷ്യയുടെ ഹൈ. അപ്പോൾ ഈ ഒരു ഏരിയയുടെ മേലെ ഒരു ട്രാപ്പ് ബൈ ഓർഡർ സെറ്റ് ചെയ്യുകയും അതിന് $50 ഒരു സ്റ്റോപ്പ് ലോസ് വയ്ക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ 4338 ആണ് ഇതിൻ്റെ നമ്മുടെ ബൈ വരുന്നത്. അതിന് $50 എന്ന് പറയുമ്പോൾ അറൗണ്ട് ഈ ഒരു ഏരിയയിലാണ് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് വരിക. 4288 സ്റ്റോപ്പ് ലോസ് വരിക. പ്ലസ് ഇതിൻ്റെ ടാർഗറ്റ് $100, 1:2 ആണ് ടാർഗറ്റ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇതിൻ്റെ ടാർഗറ്റ് സെറ്റ് ചെയ്ത് വയ്ക്കും. ഇതുപോലെ തന്നെ ഇതിൻ്റെ ഷോർട്ട് സൈഡിലേക്ക് ടോക്കിയോയുടെ താഴെ ഈ ഒരു ഏരിയയിൽ സെൽ ഓർഡറും 1:2 ഒരു റിസ്ക് റിവാർഡ് സെറ്റപ്പും ട്രാപ്പ് മോഡലിൽ പ്ലേസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഒരു ട്രെൻഡ് ഫിൽറ്റർ ആയിട്ട് ഈ ഒരു 200 EMA ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രൈസ് 200 EMAയുടെ മുകളിലുള്ള സാഹചര്യങ്ങളിലൊക്കെ ലോങ് ട്രേഡുകൾ മാത്രമായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. പ്രൈസ് ഇതിന് താഴെയാണെങ്കിൽ ഷോർട്ട് ട്രേഡുകളാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും സ്മാർട്ടായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്, ഈ ഒരു നമ്മളുടെ ഏഷ്യൻ സെഷൻ്റെ സമയത്ത് US ഒക്കെ ഓഫായിരിക്കും. ന്യൂയോർക്ക് മാർക്കറ്റുകൾ ഓഫായിരിക്കും. മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ മാർക്കറ്റിൽ നിന്ന് അവേ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ലണ്ടൻ ഓപ്പണിങ്ങോട് കൂടിയാണ് ഈ പറയുന്ന വലിയ ബാങ്കുകളും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ മാർക്കറ്റിലേക്ക് വരുന്നത്. അപ്പോൾ വന്നതിന് ശേഷം ഇവരുടെ ഓർഡർ പ്ലേസ്മെൻറ്റ് ഏത് ഡയറക്ഷനിലേക്കാണെന്നതനുസരിച്ചായിരിക്കും ഇതിൻ്റെ ഒരു എക്സ്പാൻഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് പിറ്റേ ദിവസമാണ് ഇതിനകത്ത് ടാർഗറ്റ് കിട്ടിയിട്ടുള്ളത്. ട്രേഡുകളുടെ എണ്ണം വളരെ കുറവാണ് ഈ ഒരു സ്ട്രാറ്റജി വെച്ച്. 4 hours ഈ ഒരു ഞാനിത് എക്സാമ്പിളിന് 1 hour ഇട്ടിരിക്കുന്നത്. 4 hours ഈ ഒരു സ്ട്രാറ്റജി
വർക്ക് ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. 4 അവർ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും കറക്റ്റ് വളരെ കംപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇപ്പോൾ അത് ഇവിടെ ഇതായി ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു എക്സാമ്പിൾ എടുത്താലും ഇവിടെയും സെയിം സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു ഇതിൽ ഡൗൺ സൈഡാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ട്രേഡ് ഇല്ല, കാര്യം 200 EMAയുടെ മേലെയാണ് പ്രൈസ് ഉള്ളത്. ഇവിടെയും ഈ ഒരു സാഹചര്യത്തിലൊന്നും നമുക്ക് ട്രേഡുകളില്ല. പിന്നെ നമുക്ക് ട്രേഡ് കിട്ടുന്നത് ഈ ഒരു ദിവസമാണ്. പിന്നെ നമുക്ക് ട്രേഡ് കിട്ടാം ലോങ് സൈഡിലേക്ക്, ആ ഒരു ഡയറക്ഷനിലേക്ക് അന്നും ട്രേഡ് പോയിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു സ്ട്രാറ്റജിയുടെ കോർ ഐഡിയ. നമുക്കിനി ഇതൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്ന്. ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ ഞാൻ ഓൾറെഡി എല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ട്രാറ്റജി കോഡ് ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്, ടൈം ഫ്രെയിം സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിത് ഫസ്റ്റ് നവംബർ മുതൽ ജനുവരി വരെയുള്ള ഒരു ഏരിയയാണ് നമുക്ക് ആദ്യമായിട്ട് ഇത് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമുക്കിതൊന്ന് കുറച്ചുകൂടി ഓൾഡർ പീരീഡിലൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഉണ്ടാക്കിയിരുന്നു, നമ്മളൊരു പ്രൊപ്പറേറ്ററി ഫോമിൻ്റെ അക്കൗണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു. അപ്പോൾ ഒരു സുഹൃത്ത് നമുക്ക് കമൻറ്റിൽ മെസ്സേജ് ചെയ്തിരുന്നു, നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ മോഡലിങ്ങിൽ എവരി ടിക്ക് ബേസ്ഡ് ഓൺ റിയൽ ടിക്സ് എന്നുള്ള ആ ഒരു ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത്. മറ്റേ നമ്മൾ ആദ്യം ആ ബാക്ക് ടെസ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞപ്പോൾ എവരി ടിക്ക് എന്ന് പറയുന്ന ഇതായിരുന്നു. അപ്പോൾ ഇതിൽ പ്രോപ്പറായിട്ട് ഉള്ള റിസൾട്ട് വരില്ല എന്ന് പറഞ്ഞിരുന്നു. അത് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, എവരി ടിക്ക് ബേസ്ഡ് ഓൺ റിയൽ ടിക്സിലാണ് കറക്റ്റായിട്ടുള്ളത് വരുന്നത്. ഞാനത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ വലിയ വ്യത്യാസങ്ങളില്ലാത്തത് കൊണ്ടാണ് പിന്നെ ഒരു അപ്ഡേറ്റ് അതിൽ തരാത്തത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് ചെയ്യാം. 4 അവറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് നവംബർ മുതൽ 7 ജനുവരി വരെയുള്ള ഒരു പീരീഡ്. ഇൻപുട്സ് ഉണ്ട്. ഇൻപുട്സിൽ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഡിഫോൾട്ടായിട്ട് തന്നെ ഉണ്ട്. റിസ്ക് റിവാർഡ് കാര്യങ്ങൾ, പിപ്സ് ബഫർ, എൻട്രി പിപ്പ് ബഫർ, എത്ര പിപ്പ് മുകളിൽ നിന്നാണ് എൻട്രി എടുക്കേണ്ടത്, റിസ്ക് പെർ ട്രേഡ് എത്രയാണ്, എത്ര പെർസെൻറ്റേജ് വൈസ് ആണ് ഇതിനകത്ത് വരുന്നത്, 1% ആണ് ഇതിനകത്ത് ക്യാപിറ്റലിൻ്റെ റിസ്ക് വരുന്നത്, ടാർഗറ്റിൻ്റെ സെറ്റപ്പ്, സ്റ്റോപ്പ് ലോസ് എത്രയാണ്, ടാർഗറ്റ് റിസ്ക് റിവാർഡ് എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഫിൽറ്റർ ഉണ്ട്, EMA പീരീഡ് 200. ഫിൽറ്റർ നമുക്ക് ഓൺ ഓഫ് ചെയ്യാം, അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു സെറ്റപ്പിൽ ഇരുന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ബാക്ക് ടെസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നവംബർ ഡിസംബർ സമയത്ത് നമ്മുടെ ട്രെൻഡ് ഫിൽറ്റർ ഓൺ ആക്കി 4 അവർ ടൈം ഫ്രെയിമിലുള്ളതാണ്. ബാക്ക് ടെസ്റ്റ് നോക്കുമ്പോൾ ഇതിൽ ഓവറോൾ നെറ്റ് പ്രോഫിറ്റ് ആണ് $189 ആണ് പ്രോഫിറ്റ്. നമ്മുടെ 500 ആണ് നമ്മുടെ അക്കൗണ്ട് സൈസ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു അക്കൗണ്ട് സൈസാണ് നമ്മൾ ബാക്ക് ടെസ്റ്റിന് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് 1:1.8 എന്ന് പറയുന്ന റിസ്ക് റിവാർഡാണ് നമുക്ക് ഓവറോൾ കിട്ടുന്ന പ്രോഫിറ്റ് ഫാക്ടർ. 28 ട്രേഡുകൾ മാത്രമാണ് ഈ 2 മാസത്തിനുള്ളിൽ എടുത്തിരിക്കുന്നത്. അതൊരു വലിയ കാര്യമാണ്. ട്രേഡുകളുടെ എണ്ണം കുറയുന്നത്. 28 ട്രേഡുകൾ എടുക്കുമ്പോൾ എന്താണ് ഇതിനകത്തുള്ള നല്ല കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് ചാർജ്, സ്ലിപ്പേജ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കുറവായിരിക്കും. ഇപ്പോൾ 28 ട്രേഡ്സിൽ ഈ ഒരു പ്രോഫിറ്റ് കാണിക്കുന്നത് ഏറെക്കുറെ അത്രയും തന്നെ നമുക്ക് അച്ചീവബിൾ ആയിരിക്കും, നമുക്ക് റിയൽ ആയിട്ട് കിട്ടുമായിരിക്കും. ഇൻപുട്സിൽ പോയിട്ട് ഈ EMA പീരീഡ് ഫിൽറ്റർ ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ട്രെൻഡ് ഫിൽറ്റർ ഓഫ് ചെയ്യുമ്പോൾ ഇത് ലോസിലാണുള്ളത്. അറൗണ്ട് $240 ലോസാണ് കാണിക്കുന്നത്. നമുക്ക് മറ്റൊന്ന് 2 ടൈം ഫ്രെയിമുകളിലും കൂടി ഇത് ചെയ്ത് നോക്കാം. ട്രെൻഡ് ഫിൽറ്റർ ഓൺ ആക്കി തന്നെ വയ്ക്കാം. 1 അവറിൽ എന്താണ് ഇതിൻ്റെ റിസൾട്ട് നോക്കാം. 1 അവറിൽ ഇത് ഡൗണിലാണ്, 4 അവറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. 4 അവറിൽ തന്നെ വെച്ച് നമുക്ക് ഒരു 6 മാസത്തെ ഡേറ്റ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ജൂൺ 1-ാം തീയതി മുതൽ നമുക്ക് നോക്കാം. അത് പ്രോഫിറ്റിലാണ് ഓവറോൾ ഉള്ളത്. $300+ പ്രോഫിറ്റിലാണുള്ളത്. അൾട്ടിമേറ്റ്ലി ഇതൊരു 92 ട്രേഡുകളാണ് എടുത്തിരിക്കുന്നത്. 92 ട്രേഡിൽ വിൻ റേറ്റ്, പ്രോഫിറ്റബിൾ റേറ്റ്സ് 40% ആണ്. എന്നാലും ഇത് പ്രോഫിറ്റിലാണുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു വിൻ റേറ്റ് കുറവാണെങ്കിലും നമ്മൾ ചില കാൽക്കുലേഷൻസിൽ നമ്മൾ കണ്ണിങ് ആയി നിന്ന് കഴിഞ്ഞാൽ ആ ഒരു സെറ്റപ്പ് അൾട്ടിമേറ്റ്ലി പ്രോഫിറ്റിലേക്ക് വരുന്നു. അപ്പോൾ ഈ ഒരു 40%-ൽ 1:2 റിസ്ക് റിവാർഡുള്ള ട്രേഡ് ആയിട്ടാണ് ഇത്രയും പ്രോഫിറ്റ് കാണിക്കുന്നത്. നമുക്കിതൊന്ന് ഇൻപുട്സിൽ പോയിട്ട് ഒരു 1:3 അപ്ലൈ ചെയ്ത് നോക്കാം. യെസ്, 1:3 അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ട്. അറൗണ്ട് $1,766 പ്രോഫിറ്റാണ് 6 മന്ത്സിൽ കാണിക്കുന്നത്. വിച്ച് ഇസ് 3-4 ടൈംസ് ഓഫ് അവർ ക്യാപിറ്റലാണ്. നമ്മുടെ ഇനിഷ്യൽ ഡെപ്പോസിറ്റ് 500 ആയിരുന്നു. ട്രേഡുകൾ 92 തന്നെയാണ്. നമ്മൾ റിസ്ക് റിവാർഡ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. ഗ്രാഫ് നോക്കുമ്പോൾ നമുക്കറിയാം 500 നിന്നാണ് തുടങ്ങിയത്, അത് തീർന്നത് 2100 സംതിങ്ങിലാണ്. നല്ലൊരു സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്കിത് ഒന്നുകൂടെ കഴിഞ്ഞ 1-2 മാസത്തിൽ എങ്ങനെയാണ് റിസ്ക് റിവാർഡിൽ ഇത് വർക്ക് ചെയ്ത് നോക്കാം. കാര്യം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് കണ്ടീഷൻ മനസ്സിലാക്കാനാണ് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സമയം ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ 2 മാസം കൊണ്ട് എത്രയാണ് ഇത് പ്രോഫിറ്റ് വന്നിരിക്കുന്നത് നോക്കാം. കഴിഞ്ഞ 2 മാസവും നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. അറൗണ്ട് $1,252 പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. 1:66 ആണ്. പ്രോഫിറ്റ് ഫാക്ടർ ഇംപ്രൂവ് ആയിട്ടുണ്ട്, റിക്കവറി ഫാക്ടർ ഇംപ്രൂവ് ആയിട്ടുണ്ട്. നമുക്ക് ജനുവരി മുതലുള്ള ഡേറ്റ നോക്കാം. ഫസ്റ്റ് ജനുവരി 2025 മുതൽ 7 ജനുവരി 2027 വരെ 1 ഇയറിലെ ഡേറ്റയാണ് നമ്മൾ ഈ ഒരു പ്രാവശ്യം ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നത്.
ഇവിടെയും പ്രോഫിറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഏരിയയിലേക്ക് വന്നപ്പോഴത്തേക്കും അത് ഒരു 50% ഡ്രോ ഡൗണിൽ പോയിരുന്നു. അത് മാർക്കറ്റിലത്തെ ആ ഒരു സമയത്തെ കണ്ടീഷൻസ് ഈ ഒരു പർട്ടിക്കുലർ സ്ട്രാറ്റജിക്ക് സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ്. ഒരു സ്ട്രാറ്റജിയും എല്ലാ മാർക്കറ്റ് കണ്ടീഷനിലും ഒരുപോലെ പെർഫോം ചെയ്തോളണമെന്നില്ല. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത് 500 ഇത് പീക്ക് $800 വരെ തന്നിരുന്നു. ഫെബ്രുവരിയിൽ തന്നെ, ജനുവരി മുതലാണ് തുടങ്ങിയത്. ഫെബ്രുവരി ഒരു സെക്കൻഡൊക്കെ ആയപ്പോൾ തന്നെ $878 പ്രോഫിറ്റ് ഇത് കാണിച്ചു. അതിനുശേഷം ഇത് ഡ്രോ ഡൗണിൽ പോയി. പക്ഷേ അക്കൗണ്ട് ബ്ലോ ആയിട്ടില്ല. വീണ്ടും അത് റിക്കവർ ചെയ്ത് 700 800 എത്രയാണ് പ്രോഫിറ്റ് എന്ന് നോക്കാം. നമുക്ക് $250 നെറ്റ് പ്രോഫിറ്റ് തന്നു. പക്ഷേ ഓവറോൾ ഇത് ഇപ്പോഴും പ്രോഫിറ്റബിൾ ആണ് ലോങ് ടൈമിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴും. പക്ഷേ ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്നത് റീസെൻ്റ് ആയിട്ടുള്ള സമയത്ത് ഒന്നുകൂടെ നമുക്ക് ജൂലൈ 1 മുതൽ നമുക്ക് ഒന്നുകൂടി ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട്. ജൂലൈ മുതൽ എടുക്കുമ്പോഴും ഇത് പ്രോഫിറ്റിലാണ്, നല്ല പ്രോഫിറ്റിലാണുള്ളത്. അറൗണ്ട് 1345 100% മേലെയുള്ള ഒരു പ്രോഫിറ്റാണ് തന്നേക്കുന്നത്. $500 എന്ന് പറയുമ്പോൾ 1000 ആയപ്പോൾ തന്നെ അത് 200% ആയി. ഇത് ബാക്ക് ടെസ്റ്റ് ആണ്. ബാക്ക് ടെസ്റ്റിലെ ഡേറ്റ എപ്പോഴും സപ്പോർട്ട് ചെയ്തോളണമെന്നില്ല, എന്നാലും ബാക്ക് ടെസ്റ്റിൽ ഇത്രയും പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. ഒക്ടോബർ മുതൽ നമ്മൾ നോക്കുമ്പോഴാണെങ്കിലും ഗ്രാഫ് ഗ്രാജുവലി ഗ്രോയിങ് ആണ്. 1324 ആണ് പ്രോഫിറ്റ് ഓവർ കാണിക്കുന്നത്. 500 നിന്നാണ്. 500 നിന്ന് അറൗണ്ട് $823 പ്രോഫിറ്റ് ഇവിടെയും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാലും അത് അറൗണ്ട് 100% മുകളിലുള്ള ഒരു റിട്ടേൺ ആണത്. എനിവേ, അതായിരുന്നു ഈ ഒരു സ്ട്രാറ്റജിയുടെ കോർ കൺസെപ്റ്റും അതിൻ്റെ ബാക്ക് ടെസ്റ്റ് റിസൾട്ടും. ഈ ഒരു സ്ട്രാറ്റജി ഷെയർ ചെയ്ത് തന്ന സുഹൃത്തിനോട് നന്ദി പറയുന്നു. നിങ്ങളുടെ സ്ട്രാറ്റജിയും ഇതുപോലെ ബാക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ കോഡോടുകൂടി ഉള്ളതാണെങ്കിൽ അങ്ങനെ ചെയ്യാം. കോഡ് ഇല്ലാതെ ആണെങ്കിൽ സ്ട്രാറ്റജി പറഞ്ഞു തന്നാൽ അത് കോഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന സ്ട്രാറ്റജി ആണെങ്കിൽ നമുക്ക് കോഡ് ചെയ്തിട്ട് ഇതുപോലെയുള്ള വീഡിയോകൾ ചെയ്യാവുന്നതാണ്. 1-2 പേര് അല്ലാതെയും നമുക്ക് മറ്റ് സ്ട്രാറ്റജികൾ തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വയബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ അവരുടെ ആ ഒരു സ്ട്രാറ്റജികളും നമ്മൾ ഇതുപോലെ കോഡ് ചെയ്ത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ട എല്ലാവർക്കും നന്ദി. ഈ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഇതുപോലെ സ്ട്രാറ്റജികളൊക്കെ ബിൽഡ് ചെയ്യാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്ന സുഹൃത്തുക്കളിലേക്ക് നമ്മുടെ ചാനലിലെ വീഡിയോകൾ എത്തിക്കുക. എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.